വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകണം എന്താണെന്ന് അറിയാമോ? നമ്മളൊരു കൊഴുവാപ്പീര ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ കൊഴുവക്കൊക്കെ നല്ല ലാഭമാണ്, കടലിലെ മീനൊക്കെ വരാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 1/2 കിലോ കൊഴുവ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പീര വറ്റിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ കൊഴുവയാണ്. അത് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ മുറി തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട്, ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഉള്ളി ഇത്തിരി അധികം എടുത്തിട്ടുണ്ട്, ഒരു 10-15 അല്ലി ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ 2ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒതുക്കാനുള്ള പീര ഒതുക്കുമ്പോൾ പെട്ടെന്നാകാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതിയേക്കണത്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കും. നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് റെഡിയാക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കറി റെഡിയാക്കുന്നത്, പീര വറ്റിക്കുന്നത് ഈ മൺചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ മൺചട്ടി വെച്ചിട്ടുണ്ട്. അല്പം എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ചുറ്റിക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കൊഴുവ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ഒരു 3 അല്ലി നമ്മുടെ കുടംപുളി ഞാൻ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്, അതിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി, പക്ഷേ ഞാനൊരു സ്വല്പം ഇടുന്നുണ്ട്. ഇതൊരു കാശ്മീരി മുളക് പൊടിയാണ്, ഒരല്പം കളറിന് വേണ്ടി അല്പം ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഒതുക്കി വച്ചിരിക്കുന്ന ഈ കൂട്ടുണ്ടല്ലോ, പീര, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഇതിൻ്റെ മീതയിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഒപ്പം 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് മൂടി വെക്കാം. കൊഴുവ നോക്കാം കേട്ടോ. തിളച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. പുളി നമ്മൾ അല്പം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതായതുകൊണ്ട് ആ വെള്ളമുണ്ട്. പിന്നെ കൊഴുവയിൽ നിന്നും തിളക്കുമ്പോൾ ഒരു അല്പം വെള്ളം ഇറങ്ങി വരും. ഇപ്പം തന്നെ വെള്ളം അധികമാണ്. അപ്പോൾ അധികം ഇളക്കി പൊടിക്കണ്ട, ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് ചെറുതീയിൽ ഒന്ന് മൂടി വെക്കാം. ഇപ്പം നമ്മുടെ കൊഴുവ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് റെഡിയാക്കി കൊടുക്കാം. നമ്മുടെ കൊഴുവാപ്പീര നോക്കാം. കൊഴുവാപ്പീര റെഡി ആയിരിക്കണേ കേട്ടോ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അത് വലിയ സിമ്പിൾ പരിപാടിയാണത്. നന്നാക്കാനുള്ള ആ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി വെക്കാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ വെന്ത് റെഡിയായിരിക്കുകയാണ്. കൊഴുവാപ്പീര പറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു അല്പം കൂടി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇറക്കുന്നതിന് മുമ്പ്. എന്നിട്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കൊഴുവാപ്പീര റെഡി ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ മഞ്ഞൾപ്പൊടി ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി കേട്ടോ. ചിലർക്ക് ഇങ്ങനെ നന്നായിട്ട് വെളുത്തിരിക്കാനൊക്കെ ആയിരിക്കും താല്പര്യം. അങ്ങനെയുള്ളവർക്ക് പച്ചമുളക് മാത്രം എരിവിനെടുക്കും. ഇതിലിപ്പോൾ കാശ്മീരി മുളക് പൊടി ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ആ എരിവ് അധികം ഉണ്ടാവില്ല. പിന്നെ പച്ചമുളകാണ് എരിവിന് നമ്മൾ എടുക്കുന്നത്. ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ നമ്മുടെ കൊഴുവാപ്പീര ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ, കൊഴുവാപ്പീര. അപ്പോൾ ഞാൻ ചെമ്മീൻ പീര നേരത്തെ ഇട്ടിട്ടുണ്ട്, മത്തിപ്പീര നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ കൊഴുവാപ്പീര.
അപ്പോൾ ഏതാണ്ട് അതൊക്കെ സെയിം മെത്തേഡ് തന്നെയാണ് ഇതിനും. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ കൊഴുവാപ്പീര. അപ്പോൾ ഇപ്പോൾ ഇഷ്ടംപോലെ കൊഴുവ വരുന്നുണ്ട്, നല്ല ലാഭമാണ്. 100-120 രൂപ കൊടുത്താൽ 1 കിലോ കിട്ടും. അപ്പോൾ അതിൽ 1/2 കിലോ മേടിച്ച് വെച്ചതാണിത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഇതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവരും ഇനിയും എനിക്ക് സപ്പോർട്ട് ചെയ്യുക. ജാൻസി സ്പെഷ്യലിനെ ഒന്ന് ഓർത്തേക്കുക. ലൈക്കും കമൻസൊക്കെ ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്.